ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു 2 ടയർ ആൽമണ്ട് കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കേക്ക് ബേക്കിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവും ഒരു 2 ടയർ കേക്ക് ചെയ്ത് നോക്കാമെന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ഞാനും കുറേ ദിവസമായി വിചാരിക്കുകയാണ് ഒരു 2 ടയർ കേക്ക് ചെയ്യണമെന്ന്. യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു 2 ടയർ കേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് 1/2 കപ്പ് ആൽമണ്ട് പൊടിച്ചതാണ്. നല്ല ഫൈനായിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 6 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മിക്സ് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലോറും പാലും കൂടി ഇടവിട്ട് ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 2 ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 5 ഇഞ്ചിൻ്റെ ടിന്നിലും ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിലും. ഓവനിൽ 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു 2 കേക്കും ബേക്ക് ചെയ്തത്. ഇപ്പോൾ 2 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ 2 കേക്ക് 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ ലെയർ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 എഗ്ഗ് വെച്ചിട്ട് 2 കേക്ക് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ ഒരു 3 കപ്പ് ക്രീം കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്കൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിന് പകരം 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ട് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഇതിന് പകരം കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടും വെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിലും കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ക്രീം അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് ലെയർ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ കേക്കും ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇട്ടിട്ട് രണ്ടാമത്തെ ലെയർ വെച്ചെടുക്കാം. ഇനി ഇതേപോലെ തന്നെ ലാസ്റ്റ് ലെയറും വെച്ചിട്ട് മൊത്തം ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം രണ്ടാമത്തെ കേക്കും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ബോൾസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്ന് ഉരുളയാക്കി എടുക്കുക.
ഓവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ തൊലി കളഞ്ഞിട്ടുള്ള ആൽമണ്ട് വെച്ചിട്ട് ഒന്ന് ഉരുളയാക്കി എടുക്കുക. ആൽമണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ തൊലി കളഞ്ഞെടുത്തത്. മൊത്തം 5 കോക്കനട്ട് ബോൾസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. സാധാരണ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ റാഫെല്ലോൻ്റെ ക്യാൻഡിയാണ് വെച്ച് കൊടുക്കൽ. ഞാൻ 2-3 കടയിൽ അന്വേഷിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തത്. ഇപ്പം 5 ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കിലേക്ക് കുറച്ച് പിങ്ക് കളറിലുള്ള ക്രീമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 കേക്കും ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ചുറ്റിലും പിങ്ക് കളറിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഒരു കേക്കിൻ്റെ അളവിൽ ചെറിയൊരു സ്ക്യൂവർ കട്ട് ചെയ്തിട്ട് 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ വെക്കുന്ന കേക്ക് താഴ്ന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മുകളിൽ വെക്കാനുള്ള കേക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡിസൈന് ഇത്രയും ചെയ്തിട്ട് ഈ ഒരു കേക്ക് ഞാൻ ആദ്യം ചെയ്ത് വെച്ച കേക്കിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. അപ്പം ഞാനൊരു കേക്ക് മെല്ലെ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത ഡിസൈൻ തന്നെ ആ ഒരു ചെറിയ കേക്കിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ മൊത്തം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി താഴത്തെ കേക്കിൻ്റെ മുകളിലും അതേപോലെ തന്നെ സൈഡിലൊക്കെ ഇതേപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ സൈഡിലൊക്കെ ഇടുമ്പോൾ കൈ വെച്ചിടുന്നതിനേക്കാളും ഇതേപോലെ പ്ലാസ്റ്റിക് ഷീറ്റോ എക്സ്റേ ഷീറ്റോ ഒക്കെ വെച്ചിടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ ഞാൻ മുകളിലും ചുറ്റിലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലും താഴെയൊക്കെ നേരത്തെ ചെയ്ത് വെച്ച കോക്കനട്ട് ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ആൽമണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ട് മുകളിൽ കേക്കിലെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ വെച്ച് കൊടുത്ത പോലെ തന്നെ താഴെയും കോക്കനട്ട് ബോൾസും ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ടോപ്പേഴ്സ് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പേഴ്സാണ്. അപ്പോൾ കേക്കിൻ്റെ ഫുള്ള് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഒരു ഫോണ്ടൻറ്റിൽ ഫുഡ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പേര് എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ടയർ ആൽമണ്ട് കോക്കനട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.